ഹലോ നമസ്കാരം, നാസിമാണ്. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായിട്ടുള്ള ഡൈസ് ഇറ എന്ന് പറയുന്ന ഫിലിം ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു ഫിലിമിന്റെ ജോണർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൊറർ ത്രില്ലർ മൂവിയുമായിട്ടാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഇറങ്ങിയിരിക്കുന്ന രാഹുൽ സദാശിവന്റെ 2 ഫിലിം നോക്കിയാലും ഈ ഒരു സെയിം കണത്തിൽപ്പെടുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രഹ്മയുഗവും അതേപോലെ തന്നെ ഭൂതകാലവും രണ്ടും ഒന്നിനൊന്നിന് മികച്ച സിനിമകളായിരുന്നു. മൂന്നാമത്തെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെയാണ് ഈ ഒരു രാഹുൽ സദാശിവൻ ഫിലിംസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി സ്റ്റോറി നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 1 മണിക്കൂറും 53 മിനിറ്റുമാണ് ഈ ഒരു ഫിലിമിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം സ്ലോ ബേസ് ആയിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. പക്ഷേ നമുക്ക് ഒട്ടും തന്നെ മടുപ്പാകുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയ ഒപ്പീനിയൻസ് മാത്രമാണ്. മറ്റുള്ളവർ ഇത് എങ്ങനെ കാണും, എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ്. ഫിലിം ഇന്നലെയാണ് റിലീസായെന്ന് പറഞ്ഞു. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഹൊറർ മൂവി, മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൂവി വന്നിട്ടില്ല, അത്രത്തോളം പേടിക്കാനുള്ള കണ്ടന്റ് ഒക്കെ ഈ ഒരു ഫിലിമിൽ ഉണ്ടെന്നാണ് പല ആളുകളും പറഞ്ഞത്. എസ്പെഷ്യലി ഈ ഒരു ഫിലിമിന്റെ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഹൊറർ എലമെന്റ്സ് ഒക്കെ നിറച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം മുന്നോട്ട് നമുക്ക് വേണ്ടി ട്രെയിലർ തന്നെ ഇറക്കി വിട്ടിരുന്നത്. ഈ ഒരു ഫിലിമിന്റെ മെയിൻ ഘടകങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി എന്റെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ ഒരുപാട് പേടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു കാര്യം നല്ല രീതിയിൽ നമ്മളെ പേടിപ്പിക്കും. ഈ ഒരു ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീമിനെ ഒന്ന് നമിച്ചേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു സൗണ്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബീജിയം ഒക്കെ കൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹൊററിന്റെ ആ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് സൗണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നല്ല സൗണ്ട് സിസ്റ്റംസ് വർക്ക് ആകുന്ന തരത്തിലുള്ള തിയേറ്ററിൽ മാത്രം പോയി കാണുക. അല്ലാതെ ലോക്കൽ ആയിട്ടുള്ള തല്ലിപ്പൊളി തിയേറ്ററുകളിൽ നിങ്ങൾ ഈ ഒരു ഫിലിം കാണരുത്. കാരണം നിങ്ങൾക്ക് സൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫിലിമിൽ ഒരുപാട് തവണ സിഗരറ്റ് വലിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. ആ ഒരു സിഗരറ്റ് കത്തിച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് സിഗരറ്റ് എരിയുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് വരെയും നമുക്ക് വളരെ പ്രോപ്പറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. നിങ്ങൾ ഈ ഒരു ഫിലിം കാണുന്നുണ്ടെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ OTT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കാണരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ ഒരു ഫിലിമിന്റെ കഥയുടെ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫിലിമിൽ കാണിക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ സം ട്രൂ സ്റ്റോറീസ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ക്ലൈമാക്സിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ വളരെയധികം ട്വിസ്റ്റ് നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ട്വിസ്റ്റ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതേപോലുള്ള ഒരു ട്വിസ്റ്റ് ആണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ ഒരു ട്വിസ്റ്റ് തന്നെയാണ് ട്രൂ ബേസ് സ്റ്റോറി എന്ന് ഇവർ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തയിലൊക്കെ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് ക്ലൈമാക്സ് സീനായിട്ട് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു ഫിലിം കൊണ്ടുതരാൻ പോകുന്നത്. മസ്റ്റ് വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ട് ഈ ഡേയ്സ് ഇറ എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഫിലിം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ഫിലിമാണോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു 1 ടൈം നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ഹൊറർ ഫീൽ നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രണവ് മോഹൻലാലിന്റെ അഭിനയം തന്നെയാണ്. ഇട്ടു ആക്ടിംഗ് ആണ് പ്രണവ് മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മലയാളത്തിൽ വന്നു പോയിട്ടുള്ള ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ പ്രേത സിനിമയായിട്ട് ഒരിക്കലും ഈ ഒരു ഫിലിമിനെ കാണരുത്. കാരണം മറ്റൊന്നുമല്ല, വേറൊരു കഥാസന്ദർഭത്തിലൂടെയാണ് ഈ ഒരു ഫിലിം പോകുന്നത്. വെള്ള സാരി ഒന്നും ഉടുക്കാതെ അല്ലെങ്കിൽ നീണ്ട പല്ലുകളൊന്നും ഇല്ലാതെയുള്ള പ്രേതങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലും ഹൊറർ കാണിച്ചു തരാമെന്ന് രാഹുൽ സദാശിവൻ നല്ല രീതിയിൽ തന്നെ നമ്മളെ തെളിയിച്ചു തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അഭിനയിച്ച് ബലിപ്പിക്കാൻ തന്നെ ഈ ഒരു ഫിലിമിലെ എല്ലാ അഭിനേതാക്കൾക്കും സാധിച്ചിട്ടുണ്ട്. ചില സീനുകളൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ 1-2 സീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അനിയൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഈ ഒരു സീനൊക്കെ കണ്ടു കഴിയുമ്പോൾ വളരെ എന്താണ് പറയുന്നത്, നമുക്ക് തന്നെ ഒരു പേടി ആകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു സീനാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ കുറെ സീനുകൾ വരുന്നുണ്ട്. പക്ഷേ ടോട്ടലി ഒരു ഫിലിം എടുത്തു കഴിയുകയാണെങ്കിൽ എനിക്ക് എസ്പെഷ്യലി പേഴ്സണൽ ആയിട്ട് തോന്നിയത് ഒരു 1 ടൈം അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ആയിട്ട് തോന്നില്ല. ഒരു 1 ടൈം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഡീസന്റ് ഫിലിം ആയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു ഫിലിം കാണുകയാണെങ്കിൽ OTT ഒന്നും കാണരുത്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ഹൊറർ ഫിലിമിൽ നമ്മളെ പിടിച്ചിരുത്തുന്നത് എസ്പെഷ്യലി ഈ ഒരു ഫിലിമിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും ബെറ്റർ ക്വാളിറ്റി സൗണ്ട് തരുന്ന തിയേറ്ററിൽ മാത്രം ഈ ഒരു ഫിലിം പോയി കാണുക. ഇതാണ് എനിക്ക് ഡേയ്സ് ഇറ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം പ്രണവ് മോഹൻലാലിന്റെ ഇറങ്ങിയ ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്. ഫിലിം നിങ്ങൾ കണ്ട ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.